Hi students, we will talk about plus 2 nuclei എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ നിങ്ങൾക്കറിയാം ഒരു ന്യൂക്ലിയസിനുള്ളിൽ ആരൊക്കെ അടങ്ങിയിട്ടുണ്ട്? പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ്. സോ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ, ബൈൻഡിങ് എനർജി, റേഡിയോ ആക്ടിവിറ്റി, അതുമായി അനുബന്ധപ്പെട്ടതാണ് എന്ത് ഹാഫ് ലൈഫ്, ന്യൂക്ലിയർ റിയാക്ഷൻസ് ആയിട്ടുള്ള ഫിഷൻ ആൻഡ് ഫ്യൂഷൻ. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ആദ്യമേ നമുക്ക് പോകാലോ, എങ്ങോട്ടാ പോവാ നോക്കാം. ന്യൂക്ലിയർ സ്ട്രക്ചർ. സോ ആദ്യമേ പറഞ്ഞു ന്യൂക്ലിയസിനുള്ളിൽ ആരൊക്കെയുണ്ട്? പ്രോട്ടോൺസും ന്യൂട്രോൺസും. സോ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഈ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും നമ്മൾ ടുഗദർ ആയിട്ട് വിളിക്കുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്. എന്താണ്? ന്യൂക്ലിയോൺസ്. സോ ജനറലി ഞാനിപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം കൺസിഡർ ചെയ്യാണ്. എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം. സോ എക്സിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടാവും? ന്യൂട്രോൺസും പ്രോട്ടോൺസും ഉണ്ടാവും. അതിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ഇസെഡ്. പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും കൂടെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് എന്ത്? എ എന്ന് പറയുന്ന ലെറ്റർ. ഓക്കെ. സോ ഈ ഇസെഡിന് വിളിക്കുന്ന പേരാണ് എന്ത്? അറ്റോമിക് നമ്പർ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇസെഡ് എന്താണ്? അറ്റോമിക് നമ്പർ ആണ്. അറ്റോമിക് നമ്പർ ഈസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അടുത്തത് എ എന്ന് പറയുന്നതിന്റെ പേരെന്താണ്? മാസ് നമ്പർ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ്. അതായത് ടോട്ടൽ ഓഫ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ഓർ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാസ് നമ്പർ. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്തായിരിക്കും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഞാൻ n എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് n ഈസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ആണ് എന്ത് വരിക? നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ക്ലിയർ അല്ലേ? അറിയാവുന്ന കാര്യങ്ങളാണ്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്, അറ്റോമിക് മാസ് യൂണിറ്റ്. കേട്ടിട്ടുണ്ടാവും അല്ലെ? കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. എന്തിനാണ് അറ്റോമിക് മാസ് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ന്യൂക്ലിയസ് അതേപോലെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെ എല്ലാം മാസ് വളരെ ചെറുതാണ്. നമുക്ക് സാധാരണ ഒരു കോമൺ ബാലൻസ് വെച്ചോ സ്പ്രിംഗ് ബാലൻസ് വെച്ചോ ഒന്നും മെഷർ ചെയ്യാൻ പറ്റൂല. അതേപോലെ തന്നെ അവരെ എക്സ്പ്രസ് ചെയ്യലും വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ കിലോഗ്രാമിൽ. സോ അവരെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സയന്റിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഏറ്റവും ചെറിയ ഒരു യൂണിറ്റ് ആണ് എന്ത്? അറ്റോമിക് മാസ് യൂണിറ്റ്. അവർ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ഏത്? സ്മോൾ ലെറ്റർ യു എന്ന് പറയുന്ന ലെറ്റർ. ഓക്കെ അല്ലേ? സ്മോൾ ലെറ്റർ യു. സോ 1U എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1U is equal to എന്താണ്? 1U is equal to 1/12 mass of carbon 12 atom. കാർബൺ 12 ആറ്റത്തിന്റെ 1/12 മാസ് ആണ് എന്ത്? 1U എന്ന് പറയുന്നത്. അത് ചെയ്തപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 1.6605 × 10⁻⁻27 kg. നിർബന്ധമായിട്ടും പഠിച്ചോളാം ഈ വാല്യൂ. 1U is equal to 1.6605 × 10⁻⁻27 kg. ഫൈൻ. സോ 1U എന്താണെന്ന് നിങ്ങൾക്കറിയാം, അതിന്റെ വാല്യൂ നിങ്ങൾക്കറിയാം ഇൻ ടേംസ് ഓഫ് kg. എന്തുകൊണ്ടാണ് kgയിൽ പഠിക്കാൻ കാരണം? kg ആണ് നമ്മുടെ SI യൂണിറ്റ്. അതുകൊണ്ടാണ് അതിലേക്ക് പറഞ്ഞത്. ഇനി നോക്കാം. അപ്പൊ നമുക്കറിയാം സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആരൊക്കെയാണ്? പ്രോട്ടോണ്, ന്യൂട്രോണ്, ഇലക്ട്രോണ്. ഹീലിയോടെ നിൽക്കട്ടെ. പ്രോട്ടോണ്, ന്യൂട്രോണ്, ഇലക്ട്രോണ്. സോ പ്രോട്ടോണിന്റെ മാസ് ഇൻ ടേംസ് ഓഫ് U എത്രയാണ്? 1.007276 U ആണ്. അത്രയും U ആണ് എന്ത്? പ്രോട്ടോണിന്റെ മാസ്. ചെറിയ മാസ് ആയിരിക്കും. ന്യൂട്രോണിന്റെ മാസ് 1.008665 ആണ് എന്തിന്റെ മാസ്? ന്യൂട്രോണിന്റെ മാസ്. ഇലക്ട്രോണിന്റെ മാസ് 0.000549. സോ ഇതിൽ ഏറ്റവും കൂടുതൽ മാസ് ആരുടേതാണ്? ന്യൂട്രോണിൻ്റെതാണ് അല്ലെ? ന്യൂട്രോണിന്റെ മാസാണ് ഏറ്റവും കൂടുതൽ. ഏറ്റവും കുറവ് മാസ് ആരുതാണ്? ഇലക്ട്രോണിന്റെ ആണ്. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ വാല്യൂസ് തരും. ജെയ്ക്കാർക്ക് ഇത് കാണാതെ പഠിക്കൽ നിർബന്ധമാണ്. നിർബന്ധമായിട്ടും പഠിച്ചോളണം. ഹീലിയം ന്യൂക്ലിയസിന്റെ മാസും ജെയ്ക്കാർ പഠിച്ചിരിക്കട്ടോ. കാരണം ചോദിക്കാറുണ്ട് ഹീലിയം, അത് വെച്ചുള്ള പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ വാല്യൂസ് തരാറില്ല. സോ ജെയ്ക്കാർക്ക് വേണ്ടിയാണ്. ഹീലിയം ന്യൂക്ലിയസിന്റെ മാസ് എത്രയാണ്? 4.002603. ഓക്കെ. അപ്പോൾ അറ്റോമിക് മാസ് യൂണിറ്റ് എന്താണ്? 1U is equal to 1/12 mass of carbon 12 atom ആണ്. വാല്യൂ എത്രയാ? 1.6605 × 10⁻⁻27 kg. ഫൈൻ. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ടൈപ്സ് ഓഫ് ന്യൂക്ലിയൈ. ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺസ് ആൻഡ് മിറർ ന്യൂക്ലിയൈ. നമുക്ക് ഓരോന്ന് നോക്കാം, സെപ്പറേറ്റ് എടുത്ത് നോക്കാം. ആദ്യമേ പറയാനുള്ളത് ആരാണ്? ഐസോടോപ്പുകളാണ്. ഐസോടോപ്സ്.
ഐസോടോപ്സിന്റെ പ്രത്യേകത എന്താണ്? സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറൻസ് മാസ് നമ്പർ ആയിരിക്കും. ആരുടേത്? ന്യൂക്ലിയൈന്റെ. അതായത് ഞാനിപ്പോ രണ്ട് ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവരുടെ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, മാസ് നമ്പർ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഹൈഡ്രജൻ 1 അതേപോലെ ഹൈഡ്രജൻ 1 നോക്കാം. രണ്ടിന്റെയും അറ്റോമിക് നമ്പർ എന്താണ്? സെയിം ആണ്. മാസ് നമ്പറോ ഡിഫറെന്റ് ആണ്. സോ സച്ച് ടൈപ്പ് ഓഫ് ന്യൂക്ലിയൈ ആർ കോൾഡ് ഐസോടോപ്സ്. ഫൈൻ. സോ അവരുടെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ബട്ട് ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഒന്ന് ഊഹിച്ചു നോക്കൂ. ഈ ഹൈഡ്രജൻ ന്യൂക്ലിയൈൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ ന്യൂക്ലിയനേ ഉള്ളൂ, ഒറ്റ പ്രോട്ടോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. സിമിലർലി ഈ ഹൈഡ്രജന്റെ ഉള്ളിലോ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉണ്ടാവും. അപ്പൊ രണ്ട് ന്യൂക്ലിയോൺസ് ഉണ്ടാവും. ഓക്കെ, രണ്ട് ന്യൂക്ലിയോൺസ് ഉണ്ടാവും. അപ്പോൾ രണ്ടിന്റെയും ഫിസിക്കൽ സ്ട്രക്ചർ മാറൂലേ? ഇവിടെ രണ്ട് ന്യൂക്ലിയോൺ, ഇവിടെ ഒരു ന്യൂക്ലിയോൺ. അതുകൊണ്ട് ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അങ്ങനെ പഠിച്ചു വെക്കുക. സിമ്പിൾ ആയിട്ട് പഠിക്കാം. സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസും ആയിരിക്കും. ഫൈൻ. ഇതാണ് എന്ത്? ഐസോടോപ്പ്. എക്സാമ്പിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു എക്സാമ്പിളും കൂടെ വേണമെങ്കിൽ ഞാനിവിടെ എഴുതാം. ഇപ്പൊ കാർബണിന്റെ കേസിൽ C612 C613 ഇതെന്താണ്? ഐസോടോപ്പുകളാണ്. ഇതിൽ 13 ന്യൂക്ലിയോൺസ് ഉണ്ട്, ഇതിൽ 12 ന്യൂക്ലിയോൺസേ ഉള്ളൂ. രണ്ടിന്റെയും അറ്റോമിക് നമ്പർ എന്താണ്? സെയിം ആണ്. സോ സച്ച് ടൈപ്പ് ഓഫ് ന്യൂക്ലിയൈ ആർ കോൾഡ് ഐസോടോപ്സ്. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ന്യൂക്ലിയൈ, ഐസോബാർസ്. ഐസോബാർസ് എന്താണ്? ന്യൂക്ലിയൈ ഹാവിംഗ് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ. സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ. നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിള് ട്രിട്ടോണിൽ ഹൈഡ്രജൻ 13 He2 നോക്കാം. രണ്ടിന്റെയും മാസ് നമ്പർ സെയിം ആണ്, അറ്റോമിക് നമ്പറോ ഡിഫറെന്റ് ആണ്. സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ. സച്ച് ടൈപ്പ് ഓഫ് ന്യൂക്ലിയൈ ആർ കോൾഡ് ഐസോബാർസ്. സച്ച് ടൈപ്പ് ഓഫ് ന്യൂക്ലിയൈ ആർ കോൾഡ് ഐസോബാർസ്. ഇനി നോക്കൂ, ഇവരുടെ പ്രോപ്പർട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. നോക്കൂ, രണ്ടിന്റെയും ന്യൂക്ലിയസിന്റെ ഉള്ളിൽ 3 നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് അല്ലുള്ളത്, 3 നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. സോ ഏകദേശം സൈസ് സെയിം ആയിരിക്കും. സോ ഓൾമോസ്റ്റ് സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ബട്ട് ഡിഫറെന്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. കാരണം രണ്ട് എലമെന്റ് ആണ്. ഡിഫറെന്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ബട്ട് ഡിഫറെന്റ് സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ബട്ട് ഡിഫറെന്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. എക്സാമ്പിൾ നമ്മൾ എഴുതി. ഫൈൻ. ഇതാണ് എന്തിന് എക്സാമ്പിള്? ഐസോബാർസ്. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ന്യൂക്ലിയൈ. നെക്സ്റ്റ് ആണ് എന്ത്? ഐസോടോൺസ്. ഇവരുടെ പ്രത്യേകത നോക്കാം. ഇവരുടെ മാസ് നമ്പറും അതേപോലെ തന്നെ അറ്റോമിക് നമ്പറും ഡിഫറെന്റ് ആയിരിക്കും. മാസ് നമ്പറും അറ്റോമിക് നമ്പറും ഡിഫറെന്റ് ആണ്. പക്ഷേ നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആയിരിക്കും. നമ്പർ ഓഫ് ആര് സെയിം ആയിരിക്കും? ന്യൂട്രോൺസ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് അല്ലേ A-Z? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് എന്ത്? A-Z. അതെന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കിയാലോ? എക്സാമ്പിൾ എഴുതാണ്. കാർബൺ എടുക്കാം. കാർബൺ C613 കാർബണ് ശേഷമായിട്ട് നൈട്രജൻ എടുത്തു. നൈട്രജൻ്റെത് N714. നോക്കാം, ഇവിടെ അറ്റോമിക് നമ്പർ സെയിം ആണോ? അല്ല, ഡിഫറെന്റ് ആണ്. ഒന്നിൽ 6ഉം ഒന്നിൽ 7ഉമാണ്. ഇവിടെയോ? ഇവിടെ മാസ് നമ്പറും ഡിഫറെന്റ് ആണ്. മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. പക്ഷേ നമുക്ക് എന്തറിയണം? സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണോ എന്ന് അറിയണം. എങ്കിൽ മാത്രമേ അത് എന്തായിട്ട് മാറുള്ളൂ? ഐസോടോൺസ് ആവുള്ളൂ. ഇവിടെ നോക്ക്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈ കേസിൽ എത്ര വരും? 13 - 6 which is equal to 7 നമ്പർ ഓഫ് ന്യൂട്രോൺസ്. കാരണം A-Z. ഇവിടെയോ? ഇവിടെ എത്ര വരും? ഇവിടെ 14 - 7 is equal to 7. അത്രയും നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈ കേസിലുണ്ട്. സോ രണ്ട് കേസിലും ആര് സെയിം ആയി? നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആയിട്ട് വന്നു. സോ സച്ച് ടൈപ്പ് ഓഫ് ന്യൂക്ലിയൈ ആർ കോൾഡ് ഐസോടോൺസ്. different atomic number and mass number but same number of neutrons, same A-Z. Fine. ഈ ടൈപ്പ് ന്യൂക്ലിയസുകൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോടോൺസ്. ഓക്കെ.
സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ന്യൂക്ലിയൈ, മിറർ ന്യൂക്ലിയൈ. നോക്കൂ, എഴുതിയിട്ടുണ്ട് അവരുടെ എന്തൊക്കെ സെയിം ആയിരിക്കും? എന്ത് സെയിം ആണ്? അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, പക്ഷേ ഇസഡ് ആൻഡ് എ മൈനസ് ഇസഡ് ആർ ഇന്റർചേഞ്ച്ഡ്. നോക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. ഞാൻ H13യും He23യും എടുത്തു. സോ ഇവിടെ നോക്ക്, ഇവിടെ എത്ര നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ട് H13ൽ? ഒരു പ്രോട്ടോൺ അല്ലേ, ഒരു അറ്റോമിക് നമ്പർ 1 ആയതുകൊണ്ട് ഒരു പ്രോട്ടോൺ. ഇവിടെ എത്ര നമ്പർ ഓഫ് പ്രോട്ടോൺ ഉണ്ട്? 2 പ്രോട്ടോൺ. സിമിലർലി ഇവിടെ എത്ര നമ്പർ ഓഫ് ന്യൂട്രോൺ ഉണ്ട്? 2 ന്യൂട്രോൺ. അപ്പൊ ഈ ഒരു കേസിൽ ഞാൻ മാറ്റി എഴുതാണ്, വേറൊരു ശ്രദ്ധിക്കുക, ഈ ഒരു ഹൈഡ്രജന്റെ കേസിൽ ഇവിടെ ഒരു പ്രോട്ടോണും അതേപോലെ 2 ന്യൂട്രോണുമാണുള്ളത്. ഫൈൻ. ഈ ഹീലിയത്തിന്റെ കേസിൽ അറ്റോമിക് നമ്പർ 2 ആയതുകൊണ്ട് 2 പ്രോട്ടോണും 1 ന്യൂട്രോണും. നോക്ക്, ഇവിടെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു അവിടുത്തെ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇവിടെ ഈ ഹൈഡ്രജന്റെ കേസിലുള്ള നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു അവിടുത്തെ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. സോറി, ഒന്നും കൂടെ ഞാൻ പറയാണ്, ഇവിടുത്തെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു ഹീലിയത്തിലെ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഹൈഡ്രജന്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു ഹീലിയത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഈ രീതിയിൽ ഇന്റർചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒന്നിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു അടുത്തിലെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആയിരിക്കും, ആൻഡ് വൈസ് വേഴ്സ. അങ്ങോട്ടും ഇങ്ങോട്ടും അതേപോലെ ആണെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് ന്യൂക്ലിയസ് ആർ കോൾഡ്, എന്ത് ന്യൂക്ലിയസ് ആ പറഞ്ഞത്? മിറർ ന്യൂക്ലിയൈ. സച്ച് ടൈപ്പ് ഓഫ് ന്യൂക്ലിയൈ ആർ കോൾഡ് മിറർ ന്യൂക്ലിയൈ. ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാൻ എടുക്കുകയാണ് ലിത്തിയത്തിൻ്റെത് 37ഉം അതേപോലെ ബെറീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 4 അല്ലേ, 47. നോക്കാം ഇവിടെ എത്ര നമ്പർ ഓഫ് പ്രോട്ടോൺ ഉണ്ട്? ഇവിടെ 3 പ്രോട്ടോൺ അല്ലേ. എത്ര നമ്പർ ഓഫ് പ്രോട്ടോൺ ഉണ്ട്? 3 പ്രോട്ടോൺ ആണുള്ളത്. ഇവിടെ 3 പ്രോട്ടോൺ. അതേപോലെ എത്ര നമ്പർ ഓഫ് ന്യൂട്രോൺ ഉണ്ട്? 4 ന്യൂട്രോൺ ഈ കേസിൽ. സിമിലർലി ഈ ഒരു കേസിലോ, ബെറീലിയത്തിന്റെ കേസിലോ 4 പ്രോട്ടോണും 3 ന്യൂട്രോൺ. ശ്രദ്ധിക്ക്, ഇവിടെ 4 ന്യൂട്രോണ്, ലിഥിയത്തിൽ 4 ന്യൂട്രോണ്, ബെറീലിയത്തിൽ 4 പ്രോട്ടോൺ. ഇന്റർചേഞ്ചഡ് ആണ്. സിമിലർലി ഇവിടെ 3 പ്രോട്ടോണ്, ബെറീലിയത്തിൽ 3 ന്യൂട്രോൺ. അതെന്താണ്? ഇന്റർചേഞ്ചഡ് ആണ്. സോ ദേ ബോത്ത് ന്യൂക്ലിയൈ ആർ കോൾഡ് മിറർ ന്യൂക്ലിയൈ. ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അറ്റോമിക് നമ്പർ ഡിഫറൻസ് എപ്പോഴും 1 ആയിരിക്കും, മോസ്റ്റ്ലി 1 ആയിരിക്കും. അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാർക്ക് ചെയ്യാൻ നിൽക്കണ്ട. അറ്റോമിക് നമ്പറിന്റെ ഡിഫറൻസ് എന്തായിരിക്കും? മോസ്റ്റ്ലി 1 ആയിരിക്കും കേട്ടോ. സോ ഓക്കെ, ഇതാണ് എന്ത്? മിറർ ന്യൂക്ലിയൈ. അപ്പോൾ ടൈപ്സ് ഓഫ് ന്യൂക്ലിയൈ ഇവിടെ കഴിഞ്ഞു. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അടുത്തത് പറയാനുള്ളത് സൈസ് ഓഫ് ദ ന്യൂക്ലിയസ്. ശ്രദ്ധിക്കാം, നമുക്കറിയാം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൈന്യൂൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഒരു സ്ഫെരിക്കൽ ഷേപ്പ് ആണെന്ന് വിചാരിക്കും. സ്ഫെരിക്കൽ ഷേപ്പ് ആണ് നമ്മൾ ഓൾമോസ്റ്റ് കൺസിഡർ ചെയ്യാണ്. സോ സ്ഫെരിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അതിന് എന്തുണ്ടാകും? ഒരു വോളിയം ഉണ്ടാവില്ലേ? ഓക്കെ, ഈ വോളിയം എപ്പോൾ ഇൻക്രീസ് ചെയ്യും? ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയോൺസിന്റെ എമൗണ്ട് കൂടിക്കൂടി വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? വോളിയം കൂടിക്കൂടി വരുന്നു. അത് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് നമ്പർ അല്ലേ. നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് നമ്പർ ആണ്. സോ വോളിയം ഓഫ് ദ ന്യൂക്ലിയസ് വിൽ ഇൻക്രീസ് അക്കോർഡിംഗ് ടു എന്താണ്? മാസ് നമ്പർ. മാസ് നമ്പർ കൂടുമ്പോൾ ആരും ഇൻക്രീസ് ചെയ്യും? വോളിയം ഇൻക്രീസ് ചെയ്യും. ഫൈൻ. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വി പ്രപ്പോർഷണൽ ടു എ. സോ ഇപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യാണ്. ഞാനൊരു ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യുന്നു. ഇതാണ് ന്യൂക്ലിയസ് എന്ന് വിചാരിച്ചോ. ഇതിൻ്റെ റേഡിയസ് 6 ആണെന്ന് വിചാരിച്ചു. ഇതിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? ഇതിൻ്റെ വോളിയം എന്തായിരിക്കും? 4/3 πr³ പ്രപ്പോർഷണൽ ടു എ എന്ന് എഴുതാം. 4/3 πr³ പ്രപ്പോർഷണൽ ടു എ or r³ പ്രപ്പോർഷണൽ ടു എ, r പ്രപ്പോർഷണൽ ടു a raised to 1/3 or r is equal to പ്രപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? r is equal to r0 a raised to 1/3. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരിക. സോ ഈ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചോളാം. r is equal to r0 a raised to 1/3. r0 എന്ന് പറഞ്ഞൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ വാല്യൂ കാണാതെ അറിയണേ. r0ന്റെ വാല്യൂ ആണ് 1.2 × 10⁻⁻³
15 meter, 1.2 into 10 raised to minus 15 meter, or simply 10 raised to minus 15 വിളിക്കുന്ന പേരാണ് femtometer or 1.2 Fermi. So R0 ന്റെ വാല്യൂ എത്രയാണ് 1.2 into 10 raised to minus 15 meter or simply 1.2 Fermi. So ഒന്നും കൂടെ നോക്കൂ, volume proportional to A 4/3 by R cube proportional to A, where R is the radius of the nucleus. So നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും, R cube proportional to A or R proportional to A raised to 1/3 or R is equal to R0 A raised to 1/3. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ, നിർബന്ധമായിട്ടും പഠിക്കുക. or R0, ഇതിൽ R0 ഈ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷനാലിറ്റി R0ന്റെ വാല്യൂ എത്രയാ 1.2 ഫെർമി ആണ്, 1.2 into 10 raised to minus 15 meter or 1.2 femtometer. ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, നീറ്റിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നിർബന്ധമായിട്ടും പഠിക്കട്ടോ. ഇതിൽ അധികം ചോദിക്കാറ് ഇത് വെച്ചിട്ടുള്ള റേഷ്യോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. R proportional to A raised to 1/3 വെച്ചുള്ള റേഷ്യോ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കൂടുതലായിട്ട് ക്ലിയർ ആയിക്കോളും. ഫൈൻ, ഇതാണ് എന്ത് സൈസ് ഓഫ് ദ ന്യൂക്ലിയസിന്റെ കേസിൽ. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ന്യൂക്ലിയർ ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ് ബൈ വോളിയം. സോ ന്യൂക്ലിയസിന്റെ മാസ് എപ്പോൾ ഇൻക്രീസ് ചെയ്യും, നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിന്റെ എമൗണ്ട് കൂടുമ്പോൾ ന്യൂക്ലിയസിന്റെ മാസ് ഇൻക്രീസ് ചെയ്യും. സിമിലർലി ന്യൂക്ലിയസിന്റെ വോളിയം എപ്പോൾ ഇൻക്രീസ് ചെയ്യും, ന്യൂക്ലിയോൺസിന്റെ എമൗണ്ട് കൂടുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യില്ലേ, കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ കിട്ടും. സോ ന്യൂക്ലിയർ മാസ് പ്രൊപ്പോർഷണൽ ടു mass number, similarly nuclear volume proportional to mass number. So ഇവിടെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ന്യൂക്ലിയർ മാസ് ബൈ ന്യൂക്ലിയർ വോളിയം വിൽ ബി എ കോൺസ്റ്റന്റ് എന്ന് കിട്ടും. ന്യൂക്ലിയർ മാസ് ബൈ ന്യൂക്ലിയർ വോളിയം വിൽ ബി എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ കാണാതെ അങ്ങ് പഠിച്ചാൽ മതി. കാരണം ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ന്യൂക്ലിയർ ഡെൻസിറ്റി കാണാനാണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ആൻസറിൽ ഓപ്ഷനിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും റൈറ്റ് ആൻസർ, വിച്ച് ഈസ് ഈക്വൽ ടു 2.38 into 10 raised to 17 kilogram per meter cube. 2.38 into 10 raised to 17 kilogram per meter cube. So nuclear density of a nuclei is always constant. ആണ്, which is equal to 2.38 into 10 raised to 17 kilogram per meter cube. Okay, fine. Moving on to the next topic. എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഐൻസ്റ്റീൻസ് മാസ് എനർജി ഇക്വേഷൻ അല്ലേ. ഐൻസ്റ്റീൻ എന്താ പറഞ്ഞത്, മാസ് ആൻഡ് എനർജി ആർ ഇന്റർചേഞ്ചബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ ഒരു മാസിനെ എനർജി ആക്കി മാറ്റുകയാണെങ്കിൽ, ഇപ്പോൾ കിലോഗ്രാം മാസിനെ എനർജി ആക്കി മാറ്റുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് E=mc². E=mc². വേറൊരു കളർ എടുക്കാം, E=mc² എന്ന് പഠിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ജൂളിലാന്ന് വിചാരിച്ചു, ഈ എനർജിന്റെ യൂണിറ്റ് എന്തിലാന്ന് വിചാരിക്കുക, ജൂളിലാന്ന് വിചാരിക്കുക. ഫൈൻ. പക്ഷെ നമുക്കറിയാം നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണ്, ഈ ഒരു ന്യൂക്ലിയർ ഡെൻസിറ്റി ന്യൂക്ലിയ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണ്, യു ആണ് അല്ലെ, അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. സോ അറ്റോമിക് മാസ് യൂണിറ്റിന് എന്തിലേക്ക് മാറ്റണം, എനർജിയിലേക്ക് മാറ്റണം. അപ്പോൾ ഒരു യു എന്ന് പറയുമ്പോൾ അറിയാം 1 U is equal to എത്ര kg ആണ്, 1.6605 into 10 raised to minus 27 kg എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇത്രയും മാസിനെ എനർജി ആക്കി മാറ്റുമ്പോൾ എത്ര എനർജി ഉണ്ടാകും. ഓക്കെ, അതാണ് നമുക്ക് അറിയേണ്ടത്. ഇത്രയും മാസിനെ എനർജി ആക്കി മാറ്റുന്നു. സീന്റെ വാല്യൂ നമുക്കറിയാം, സീന്റെ വാല്യൂ എത്രയാ, 3 into 10 raised to 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ലൈറ്റിന്റെ സ്പീഡാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 3 into 10 raised to 8 മീറ്റർ പെർ സെക്കൻഡ്. ഫൈൻ. ഇനി ഇതിനെ എനർജി ആക്കി മാറ്റുമ്പോൾ കൺവേർഷൻ ഞാൻ ഇവിടെ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഫൈനൽ ഇക്വേഷൻ മാത്രം മതി. ഒരു യുവിനെ എനർജി ആക്കി മാറ്റുകയാണെങ്കിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് 931.31 ഒക്കെ എഴുതാറുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ഫൈനൽ വാല്യൂ പഠിച്ചാൽ മതി, ഈ സിംപ്ലിഫൈഡ് വാല്യൂ പഠിച്ചാൽ മതി. 931.31 എന്നൊക്കെ എഴുതാറുണ്ടെങ്കിലും 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ക്വസ്റ്റ്യൻ ചെയ്യാൻ ഈ ഒരു വാല്യൂ മതി, 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഒരു യു മാസിനെ എനർജി ആക്കി മാറ്റുമ്പോൾ എന്താണ്, എനർജിയാണ്. അപ്പോൾ ഇലക്ട്രോൺ വോൾട്ട് എന്തിൻ്റെ യൂണിറ്റാണ്, എനർജിയുടെ യൂണിറ്റാണ്. മെഗാ എന്ന് പറയുമ്പോൾ എത്രയാണ് വാല്യൂ, മെഗന്റെ വാല്യൂ എത്രയാ, 10 raised to 6 ആണ്. ഇലക്ട്രോൺ വോൾട്ടിന് ജൂളിലേക്ക് മാറ്റാൻ അറിയില്ലേ, ഒരു ഇലക്ട്രോൺ വോൾട്ട് എത്ര ജൂളാ, 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു 1.6 into 10 raised to minus 19 ജൂളാണ് ഒരു ഇലക്ട്രോൺ വോൾട്ട്. സോ
ഒരു യൂനെ എനർജി ആക്കി മാറ്റുമ്പോൾ കിട്ടിയ വാല്യൂ എത്രയാണ്? 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. മെഗയുടെ വാല്യൂ എല്ലാവരും പഠിച്ചിരിക്കണം, 10⁶ ആണ്. ഒരു ഇലക്ട്രോൺ വോൾട്ടിന്റെ വാല്യൂ ജൂളിലേക്ക് മാറ്റുകയാണെങ്കിൽ എത്രയാണ്? 1.6 × 10⁻19 ജൂൾസ് ആണ്. ഇത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം കേട്ടോ, ഈ ഒരു യൂനെ കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള എനർജി. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് മാസ് ഡിഫക്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ജെയ്ക്കും നീറ്റിലും ചോദിച്ചിട്ടുണ്ട്, പക്ഷേ നീറ്റിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് കുറവാണ്, പക്ഷെ ചോദിച്ചിട്ടുണ്ട്. ജെയ്ക്ക് നല്ലതും ചോദിച്ചിട്ടുണ്ട്. സോ മാസ് ഡിഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ന്യൂക്ലിയസ് എടുത്തു. ഈ ന്യൂക്ലിയസിൻ്റെ മാസ് ഞാൻ എന്ത് ചെയ്തു? മെഷർ ചെയ്തു. എനിക്കൊരു മാസ് കിട്ടി. ആ മാസ് ഓഫ് ദ ന്യൂക്ലിയസ് MN എന്ന് ഡിനോട്ട് ചെയ്തു. MN മാസ് ഓഫ് ദ ന്യൂക്ലിയസ്. ഇനി ഈ ന്യൂക്ലിയസിനുള്ളിൽ എന്തുണ്ടാവും? ഒരുപാട് നമ്പർ ഓഫ് പ്രോട്ടോൺസും ഒരുപാട് നമ്പർ ഓഫ് ന്യൂട്രോൺസും ഉണ്ടാവും. സോ ജനറലി നമുക്ക് എന്ത് ചെയ്താം? Z നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ല ഉണ്ടാവല്. Z നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെ മാസ് എത്ര ആയിരിക്കും? അപ്പോൾ ഒരു പ്രോട്ടോണിന്റെ മാസ് MP ആണെങ്കിൽ Z നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെ മാസ് എന്തായിരിക്കും? Z × MP ആയിരിക്കും അല്ലെ. ഒന്നിന്റെ മാസ് MP ആണെങ്കിൽ Z നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെ മാസ് എത്ര ആയിരിക്കും? Z × MP ആയിരിക്കും. ഫൈൻ. സിമിലർലി അവിടെ വേറെ ആരും ഉണ്ടാവും? പ്രോട്ടോൺസ് മാത്രമാണ് ഉണ്ടാവുക? അല്ല, ന്യൂട്രോൺസും ഉണ്ടാവും. ന്യൂട്രോൺസ് എന്താണ്? ഇതിന്റെ മാസ് നമ്പർ A ആണെങ്കിൽ A- Z നമ്പർ ഓഫ് ആരും ഉണ്ടാവും? ന്യൂട്രോൺസും ഉണ്ടാവും. ഈ ന്യൂട്രോൺസിന്റെ മാസ് അപ്പോൾ എത്ര ആയിരിക്കും? ഒരു ന്യൂട്രോണിന്റെ മാസ് MN ആണെങ്കിൽ A- Z നമ്പർ ഓഫ് ന്യൂട്രോൺസിന്റെ മാസ് എന്തായിരിക്കും? A- Z × MN ആയിരിക്കും. ഫൈൻ. ഇനി നോക്കാം, ഇവിടെ ഒരു ഒബ്സർവ് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാസ് ഓഫ് ദ ന്യൂക്ലിയസ് എപ്പോഴും കുറവായിട്ടാണ് കിട്ടുക. എന്തിനേക്കാളും? ഇതിന്റെ ഇൻഡിവിജ്വൽ പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും മാസിനേക്കാളും കുറവായിട്ടാണ് കിട്ടുക. ഈ ഒരു ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മാസ് ഡിഫക്റ്റ്. അപ്പൊ നോക്കാം, കുറവായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പോൾ എത്ര കുറവായിരിക്കും നോക്കാം? ഇവരെക്കാളും കുറവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പ്രോട്ടോണിന്റെ ടോട്ടൽ മാസ് കിട്ടി Z × MP. ഫൈൻ. Z × MP. അതേപോലെ തന്നെ പ്ലസ് മാസ് ഓഫ് ദ ന്യൂക്ലിയോൺസ് ആയിട്ട് എഴുതുന്നത്. മാസ് ഓഫ് ദ ന്യൂക്ലിയോൺസിൽ പ്രോട്ടോണിന്റെ മാസ് ഞാൻ എഴുതി. ന്യൂട്രോൺസ് എത്ര ഉണ്ട്? ന്യൂട്രോണിന്റെ മാസ് പറഞ്ഞ് A- Z × MN. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? മാസ് ഓഫ് ദ ന്യൂക്ലിയോൺസ് കിട്ടി. ഇത് ആരെക്കാളും കൂടുതലായിരിക്കും? മാസ് ഓഫ് ദ ന്യൂക്ലിയസിനേക്കാളും കൂടുതലായിരിക്കും. ഈ ഡിഫറൻസ് കണ്ടില്ലേ? ഈ ഡിഫറൻസിന് വിളിക്കുന്ന പേരാണെന്ത്? മാസ് ഡിഫക്റ്റ്. സോ ഇൻഡിവിജ്വൽ ടോട്ടൽ മാസ് ഓഫ് ദ ന്യൂക്ലിയോൺസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് ദ ഓൾ ന്യൂക്ലിയൈ, അല്ലെങ്കിൽ മാസ് ഓഫ് ദ ഓൾ ന്യൂക്ലിയൈ ഈസ് ലെസ് ദാൻ ദ ഇൻഡിവിജ്വൽ മാസ് ഓഫ് ഇറ്റ്സ് ന്യൂക്ലിയോൺസ്. ആ ഡിഫറൻസിന് വിളിക്കുന്ന പേരാണെന്ത്? മാസ് ഡിഫക്റ്റ്. ഫൈൻ. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. മാസ് ഡിഫക്റ്റിന്റെ ഇക്വേഷൻ കേട്ടോ, നിർബന്ധമായിട്ടും പഠിക്കുക. സോ എല്ലാവരും മാർക്ക് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക. സ്ക്രീൻഷോട്ട് എടുക്കുന്നവർ അങ്ങനെയും ചെയ്ത് വെക്കുക. എങ്ങനെയാലും വേണ്ടിയില്ല, പഠിച്ചിരിക്കണം. ഇതിനാണ് വിളിക്കുന്നത് മാസ് ഡിഫക്റ്റ്. ഓക്കെ, ഇതിന് സാധാരണ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയോൺസ്, ഇതിൽ ഏത് യൂണിറ്റ് എഴുതിയില്ല, യൂണിറ്റ് എഴുതിയിട്ടില്ല. നമ്മൾ പറഞ്ഞു സ്മോൾ മാസുകളായിരിക്കും. അപ്പോൾ യൂണിറ്റ് എപ്പോഴും എന്തിലാണ് ഡിനോട്ട് ചെയ്യുക? നമ്മൾ U എന്ന് പറഞ്ഞ യൂണിറ്റ് ആയിരിക്കും അല്ലേ. അറ്റോമിക് മാസ് യൂണിറ്റ് ആയിട്ടുള്ള U ആണ് യൂസ് ചെയ്യുക. അറ്റോമിക് മാസ് യൂണിറ്റ് ആയിട്ടുള്ള U ആണ് യൂസ് ചെയ്യുക. ഇതാണ് എന്ത്? മാസ് ഡിഫക്റ്റ്. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. പാക്കിംഗ് ഫ്രാക്ഷൻ. മാസ് ഡിഫക്റ്റ് പെർ ന്യൂക്ലിയോൺ. ഇങ്ങനെ പഠിച്ചാൽ മതി. മാസ് ഡിഫക്റ്റ് പെർ ന്യൂക്ലിയോൺ ആണ് എന്ത് പറയുന്നത്? പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ചോദിച്ചത് ജയിക്കാന്നുള്ളൂ. പാക്കിംഗ് ഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു mass of the nuclei minus atomic number divided by mass number divided by mass number. ഈ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് എന്ത്? പാക്കിംഗ് ഫ്രാക്ഷൻ. കൂടുതലായിട്ട് പോകേണ്ട. പാക്കിംഗ് ഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു M - A, മാസ് ഓഫ് ദ ന്യൂക്ലിയസ് മൈനസ് മാസ് നമ്പർ ബൈ മാസ് നമ്പർ. ഈ ഒരു വാല്യൂക്ക് വിളിക്കുന്ന പേരാണ് പാക്കിംഗ് ഫ്രാക്ഷൻ. പാക്കിംഗ് ഫ്രാക്ഷൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി തീരുമാനിക്കാൻ വേണ്ടിയാണ്. അതായത് പാക്കിംഗ് ഫ്രാക്ഷൻ കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കുറയും, പാക്കിംഗ് ഫ്രാക്ഷൻ കുറയുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും. പാക്കിംഗ് ഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യും. നമ്മൾ കൂടുതലായിട്ട് പറയും കേട്ടോ. പാക്കിംഗ് ഫ്രാക്ഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും വൈസ് വേഴ്സ ആയിട്ടാണ് നടക്കാറ്. ഇത്രയേ ഉള്ളൂ പാക്കിംഗ് ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ ഒന്ന് ഓർമ്മ ഉണ്ടായാൽ മതി. പാക്കിംഗ് ഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദ ന്യൂക്ലിയസ് മൈനസ് മാസ് നമ്പർ ബൈ മാസ് നമ്പർ. ഓക്കെ, ഇതിനാണ് എന്ത് വിളിക്കുക? പാക്കിംഗ് ഫ്രാക്ഷൻ. എന്ത് തീരുമാനിക്കാൻ വേണ്ടിയാണ്? സ്റ്റെബിലിറ്റി തീരുമാനിക്കാൻ വേണ്ടിയാണ്. പാക്കിംഗ് ഫ്രാക്ഷൻ കുറയുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും, ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി കൂടും. പാക്കിംഗ് ഫ്രാക്ഷൻ കൂടുമ്പോൾ ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി കുറയും. ഫൈൻ.
അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ബൈൻഡിങ് എനർജി. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ന്യൂക്ലിയസിന്റെ മാസ് ന്യൂക്ലിയോൺസിന്റെ മാസിനേക്കാളും കുറവായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ന്യൂക്ലിയോൺസിന്റെ മാസിനേക്കാളും കുറവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി മാസ് എവിടെ പോയി? അതാണ് ക്വസ്റ്റ്യൻ. ഈ ബാക്കി മാസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസിനുള്ളിൽ ന്യൂക്ലിയോൺസിനെ പിടിച്ചു നിർത്തണ്ടേ? കാരണം ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി പോസിറ്റീവ് ചാർജസും ന്യൂട്രൽ ആയിട്ടുള്ള ന്യൂട്രോൺസ് ആണുള്ളത്. പക്ഷേ ഈ പോസിറ്റീവിന്റെ ഇടയിൽ റിപ്പൽഷൻ ഒക്കെ ഉണ്ടാവില്ലേ? ഈ റിപ്പൽഷനൊക്കെ ഒഴിവാക്കി ന്യൂക്ലിയസിനുള്ളിൽ ന്യൂക്ലിയോൺസിനെ പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? എനർജി കൊടുക്കണം. ആ എനർജി ആരാ കൊടുക്കുന്നത്? ആ ഡിഫക്റ്റ് ആയിട്ടുള്ള ആ മാസ് ഡിഫക്റ്റ് ഇല്ലേ? മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറച്ച് മാസ് ലോസ് ആയി. ആ മാസ് എന്ത് ചെയ്തു? എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. മാസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ എനർജിയാണ് ന്യൂക്ലിയസിനുള്ളിൽ ന്യൂക്ലിയോൺസിനെ പിടിച്ചു നിർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ബൈൻഡിങ് എനർജി. സോ മാസ് ഡിഫക്റ്റ് ഈസ് കൺവേർട്ടഡ് ടു എനർജി വിച്ച് ഈസ് യൂസ്ഡ് ടു ബൈൻഡ് ദ ന്യൂക്ലിയോൺസ് ഇൻസൈഡ് the nucleons inside the nucleus. അതിനെന്ത് വിളിക്കുന്നത്? ബൈൻഡിങ് എനർജി. സോ നമുക്ക് ബൈൻഡിങ് എനർജി വേറൊരു കളർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ബൈൻഡിങ് എനർജി EB is equal to മാസ് ഡിഫക്റ്റിനെയാണ് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഡെൽറ്റ എം ഇൻറ്റു സി സ്ക്വയർ. ഇത് ജൂളിന്ന് എഴുതുകയാണെങ്കിൽ ഡെൽറ്റ എമ്മിന്റെ വാല്യൂ ഏതിലായിരിക്കണം? കിലോഗ്രാമിലായിരിക്കണം. C 3 × 10⁸ m/s. ഓക്കെ, സോ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക കിലോഗ്രാം ആയിരിക്കോ? അല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ് യൂണിറ്റ്? അറ്റോമിക് മാസ് യൂണിറ്റ് ആയിട്ടുള്ള U ആണ്. സോ ജനറലി അതിലേക്ക് മാറ്റി എഴുതുമ്പോൾ എങ്ങനെ എഴുതാന്നറിയോ? ഡെൽറ്റ എം ഇൻറ്റു 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇതാണ് എന്ത്? ബൈൻഡിങ് എനർജി. EB is equal to ഡെൽറ്റ എം ഇൻറ്റു 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റി. അതേപോലെ ഡെൽറ്റ എമ്മിനെ യുയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡെൽറ്റ എം എന്തിലാണ് യൂണിറ്റ് വരേണ്ടി? യുയിലാണ് വരേണ്ടത്. നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. കിലോഗ്രാമിൽ ആണെങ്കിൽ അതിൽ എന്തിലേക്ക് മാറ്റണം? യുയിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. EB is equal to ഡെൽറ്റ എം ഇൻറ്റു 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഫൈൻ. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ഓക്കെ, ഞാനൊരു ന്യൂക്ലിയസ് കൺസിഡർ ചെയ്തു. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഒരുപാട് ന്യൂക്ലിയോൺസ് ഉണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ഇതിൽ ഒരു ന്യൂക്ലിയോൺ എനിക്ക് പുറത്തേക്ക് എടുക്കണം. ഒരു ന്യൂക്ലിയോണെ പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയാണോ? അല്ല. അതിന് നമ്മൾ എന്ത് കൊടുക്കണം? അഡീഷണൽ എനർജി കൊടുക്കണം. എങ്കിൽ മാത്രമേ ന്യൂക്ലിയോണെ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ന്യൂക്ലിയോണിനെ ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട എനർജിക്ക് വിളിക്കുന്ന പേരാണ് എന്ത്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. സോ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ EBN is equal to binding energy per nucleon. ബൈൻഡിങ് എനർജിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ എം ഇൻറ്റു 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഡെൽറ്റ എം ഇൻറ്റു 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ മാസ് നമ്പർ. കാരണം എത്ര നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഉണ്ടാവും? A നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ് ഉണ്ടാവുക. സോ ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ? binding energy per nucleon. Binding energy per nucleon is the energy required to release a nucleon from a nucleus. Fine. EBN is equal to delta m into 931 mega electron volt divided by mass number. Moving on to the next topic, nuclear force. എന്താ ന്യൂക്ലിയർ ഫോഴ്സ്? ഞാൻ പറഞ്ഞു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ആരൊക്കെയുണ്ട്? പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സോ അങ്ങനത്തെ ഒരുപാട് ആളുകളെ നമ്മൾ പിടിച്ചു നിർത്തണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? അവർക്കിടയിൽ ഒരു നല്ലൊരു ഫോഴ്സ് തന്നെ കാരണം പ്രോട്ടോൺ രണ്ടും പോസിറ്റീവാണെന്നറിയാം. രണ്ട് പോസിറ്റീവ് ചാർജുകളുടെ ഇടയിലുള്ള ഫോഴ്സ് എന്ത് ഫോഴ്സാ? റിപ്പൽസീവ് ഫോഴ്സാണ്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് അവരെ പിടിച്ചു നിർത്തണമെങ്കിൽ അതിനെ മുകളിലേക്ക് കയറി നിൽക്കുന്ന ഒരു ഫോഴ്സ് വേണം. ആ ഫോഴ്സിന്റെ പേരാണ് എന്ത്? ന്യൂക്ലിയർ ഫോഴ്സ്. ഫൈൻ. ന്യൂക്ലിയർ ഫോഴ്സ്. അതുകൊണ്ട് തന്നെ അവരാണ് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ ദ നേച്ചർ. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് നേച്ചറിൽ ആരാണ്? ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഫൈൻ. ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഏറ്റവും വീക്കസ്റ്റ് ആരാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്.
അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് ദേ ആർ ഷോർട്ട് റേഞ്ച് ഫോഴ്സസ്. എന്താ ഷോർട്ട് റേഞ്ച് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ന്യൂക്ലിയസിന്റെ ഒക്കെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് റേഞ്ച് വരാറ് 10⁻⁻15 റേഞ്ചിലേക്കാണ് ന്യൂക്ലിയസിന്റെ ഒക്കെ സൈസ് വരാറ്, 10⁻⁻15 റേഞ്ചിലേക്ക്. ഓക്കെ, സോ ഷോർട്ട് റേഞ്ച് ഫോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ രണ്ട് ന്യൂക്ലിയസ്, ഇതൊരു രണ്ട് പ്രോട്ടോൺസ് ആണെന്ന് വിചാരിച്ചോ, ഇവർക്കുള്ള ഡിസ്റ്റൻസ് മാക്സിമം വരാൻ പാടുന്നത് 10⁻⁻15 ഒക്കെയാണ്. അതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടാവില്ല, അത് വേറെ ഫോഴ്സ്. അവിടെ ന്യൂക്ലിയർ ഫോഴ്സിന് പിന്നെ അവിടെ പ്രസക്തി ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ന്യൂക്ലിയർ കൊണ്ട് ഒഴിവാക്കാൻ പറ്റും. സോ മിനിമം അവർക്കിടയിൽ 10⁻⁻15 മാക്സിമം 10⁻⁻15 വരെ അകലം പാടുള്ളൂ. മിനിമം എത്ര അടുത്തേക്ക് വരുന്നു അത്രയും ന്യൂക്ലിയർ ഫോഴ്സ് കൂടിക്കോളും. ഈ 10⁻⁻15നെക്കാളും അപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ ന്യൂക്ലിയർ ഫോഴ്സിന് അവിടെ എന്തുണ്ടാവില്ല, ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവർക്ക് എന്ത് ഫോഴ്സസ് എന്ന് വിളിക്കുന്നത്, ഷോർട്ട് റേഞ്ച് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഫൈൻ, ഷോർട്ട് റേഞ്ച് ഫോഴ്സസ് ആണ്. ഓക്കെ, അടുത്തത് ദേ ആർ അട്രാക്റ്റീവ് ഫോഴ്സ്. എന്തുകൊണ്ടാണ് അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ഉണ്ട്. പ്രോട്ടോൺസിന്റെ ചാർജ് എന്താ, പോസിറ്റീവ് ആണ്. രണ്ട് പോസിറ്റീവ് ആയിട്ട് അവിടെ റിപ്പൽഷൻ നടക്കുന്നുണ്ടോ? ന്യൂക്ലിയർ ഫോഴ്സ് റിപ്പൽഷൻ നടക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ഒന്നും ഉണ്ടാവില്ല അല്ലെ, എല്ലാം പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും. സോ അട്രാക്റ്റീവ് ഫോഴ്സ് ആയതുകൊണ്ടാണ് രണ്ട് പ്രോട്ടോൺസും എന്ത് ചെയ്യുന്നത്, ആ ന്യൂക്ലിയോൺസിന്റെ ഉള്ളിൽ അങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ന്യൂക്ലിയർ ഫോഴ്സസ് ആർ ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. അടുത്ത പ്രോപ്പർട്ടിയാണ് ദേ ആർ നോൺ സെൻട്രൽ ഫോഴ്സ്. എന്താ നോൺ സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതിപ്പോൾ രണ്ട് മാസുകളാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ ഡിസ്റ്റൻസിനെ അവർ ഡിപ്പെൻഡ് ചെയ്യും, വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണെങ്കിൽ Fg പ്രൊപ്പോർഷണൽ ടു 1/r², where r is the distance between the two masses എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഒരു ന്യൂക്ലിയർ ഫോഴ്സിന്റെ കേസിൽ ഒരിക്കലും ഇങ്ങനെ എഴുതാൻ പറ്റൂല. കാരണം ഈ ഒരു പാർട്ടിക്കിൾസ് കണ്ടില്ലേ, ഈ ന്യൂക്ലിയോൺസ്, ഇവര് അവരുടെ ആക്സിസിൽ സ്പിന്ന് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ ഇവിടെ എന്ത് ചെയ്യാന്നുണ്ട്, സ്പിന്ന് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ന്യൂക്ലിയോൺസിന് സ്പിന്നിങ് എന്ന് പറഞ്ഞ എഫക്റ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് എഫക്റ്റ് ഉണ്ട് ന്യൂക്ലിയോൺ. അതേപോലെ മാഗ്നറ്റിക് മൂവ്മെന്റ്സ്, ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. ഇതൊക്കെ കാരണം വെറും ഡിസ്റ്റൻസിനെ മാത്രമല്ല എന്ത് ഡിപ്പെൻഡ് ചെയ്യുക, ന്യൂക്ലിയർ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുക. അതിന്റെ കൂടെ അതിന്റെ സ്പിന്നിനെയും അതിന്റെ മാഗ്നറ്റിക് മൂവ്മെന്റിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. സോ ഒരു സെൻട്രൽ ഫോഴ്സ് എന്ന് പറയണമെങ്കിൽ അത് ഡിസ്റ്റൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളായിരുന്നു. പക്ഷെ ഒരു ന്യൂക്ലിയർ ഫോഴ്സ് ന്യൂക്ലിയോൺസിന്റെ സ്പിന്നിനെയും അതേപോലെ തന്നെ അതിന്റെ മാഗ്നറ്റിക് മൊമെന്റിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ദേ ആർ നോൺ സെൻട്രൽ ഫോഴ്സ്. അടുത്ത പ്രോപ്പർട്ടി ദേ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ചാർജ്. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, പ്രോട്ടോൺ എടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പറയാം ദേ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ചാർജ് എന്ന് പറയാം. കാരണം പ്രോട്ടോൺ റിപ്പൽഷൻ അല്ല ഉണ്ടാവേണ്ടത്, പക്ഷെ റിപ്പൽഷൻ ഉണ്ടാവുന്നുണ്ടോ, ഇല്ല. അതുകൊണ്ട് എന്താണ്, ദേ ആർ ചാർജ് ഇൻഡിപെൻഡന്റ്. അടുത്തത് ദേ ആർ സാച്ചുറേഷൻ ഫോഴ്സ്. സാച്ചുറേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നേരത്തെ ഡിസ്റ്റൻസിന്റെ കേസ് പറഞ്ഞില്ലേ, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫോഴ്സ് ഡിസപ്പിയർ ആയിട്ട് പോകും. സോ സച്ച് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആർ കോൾഡ് സാച്ചുറേഷൻ ഫോഴ്സ്. ആ റേഞ്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഓക്കെ, സോ ന്യൂക്ലിയർ ഫോഴ്സസ് ആർ സാച്ചുറേഷൻ ഫോഴ്സ്. ഇത്രയും പ്രോപ്പർട്ടീസ് ഓർമ്മ ഉണ്ടായിക്കോട്ടെ കേട്ടോ. സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ആണ്, ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്, അട്രാക്റ്റീവ് ഫോഴ്സ്, നോൺ സെൻട്രൽ, ഇൻഡിപെൻഡന്റ് ഓഫ് ചാർജ്, സാച്ചുറേഷൻ ഫോഴ്സ്. ഇത്രയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്.